കളവങ്കോടം കരപ്പുറം മിഷൻ യു.പി. സ്കൂളിൽ വായനാ പക്ഷാചരണ സമാപനത്തോടനുബന്ധിച്ച് 1890 മുതലുള്ള വിവിധ പത്രമാസികകളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. കിഴക്കിൻ്റെ വെനീസിൽ പഴമയുടെ പൊരുൾ തേടി 1890 മുതലുള്ള വിവിധ പത്രമാസികകളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. ചേർത്തല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A.S. ബാബു ഉദ്ഘാടനം ചെയ്തു. A.S. മുഹമ്മദിന്റെ അമൂല്യ പത്രശേഖരത്തിന്റെ പ്രദർശനമാണ് നടന്നത്. ലോക്കൽ മാനേജർ റവറന്റ് തോമസ് കെ പ്രസാദ്, PTA പ്രസിഡന്റ് N.B. സ്റ്റാലിൻ, സ്കൂൾ പ്രഥമാധ്യാപിക P.S. സന്ധ്യ, സ്റ്റാഫ് സെക്രട്ടറി ലിൻസി മേരി പോൾ, സീനിയർ അധ്യാപിക ധന്യ A എന്നിവർ സംസാരിച്ചു. ചേർത്തല സംസ്കാര പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന നിന്നുപോയതുമായ മലയാള ദിനപത്രങ്ങളുടെ ഒരു പ്രസിദ്ധീകരണ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. 1890 ഇറങ്ങിയ മലയാള മനോരമ ദിനപത്രം മുതൽ 2018 ഇറങ്ങിയ വാസ്തവം വരെയുള്ള 160 പരം മലയാള പത്രങ്ങളുടെ ശേഖരണമാണ് ഇവിടെ പ്രദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത്. ഇതല്ലാതെ 1904 ഇറങ്ങിയ മാസിക മുതൽ 2023 വരെ മാസികയുള്ള 2000 പരം മലയാള ആനുകാലികങ്ങളുടെയും പ്രദർശനമുണ്ട്. എൻ്റെ നാടായ മുണ്ടക്കയം സെൻറ് ആൻഡീസ് ഹൈസ്കൂളിൽ നടന്ന ISROയുടെ പ്രദർശനത്തിൽ ഒരു 10ഓളം മാസികകളുടെ എക്സിബിഷൻ കണ്ടതിനെ തുടർന്ന് അതിൽ നിന്നും ഉടലെടുത്ത് മുണ്ടക്കയം CMS LP സ്കൂളിലാണ് ആദ്യമായി 60 പത്രങ്ങളോടുകൂടി ഈ പ്രദർശനം ആരംഭിക്കുവാൻ സാധിച്ചത്. അവിടെ നിന്ന് ഇന്നലെ കോട്ടയത്തെ ഏറ്റവും പുരാതനമായ വിദ്യാലയമായ ബേക്കർ ഹൈസ്കൂളിൽ 160 മലയാള ദിനപത്രങ്ങളും 2000ഓളം കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുവാൻ അവസരം ലഭിച്ചു. ഇന്ത്യയുടെ ഫസ്റ്റ് വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി 1984 ഒക്ടോബർ മാസം 31 സ്വന്തം